ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മലയാളത്തിൽ ഓർമ്മകൾ ഉണരുമ്പോൾ എന്ന യൂണിറ്റിലെ എനിക്കൊരു മാമ്പഴം എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ. മലയാളികളുടെ പ്രിയപ്പെട്ട കവിയും അധ്യാപകനുമായ ചെമ്മനം ചാക്കോ തൻ്റെ കുട്ടിക്കാലത്തെ ഒരു രസകരമായ അനുഭവം നമ്മളോട് പങ്കുവെക്കുകയാണ്. എനിക്കൊരു മാമ്പഴം എന്ന ഈ കഥയിലൂടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ഒരു തലമുറയുടെ നിഷ്കളങ്കമായ കഥയാണിത്. അപ്പം നമുക്കൊന്ന് വായിക്കാം. ഓർമ്മകൾ ഉണരുമ്പോൾ. കഴിഞ്ഞ കാലമൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ട് ഭാഷയിൽ. കഥകളും കവിതകളും മറ്റും വായിക്കുമ്പോൾ നമുക്കുള്ളിൽ അതെല്ലാം തെളിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേര്, കഥയുടെ പേര് എനിക്കൊരു മാമ്പഴം. കാറ്റേ വാ കടലേ വാ എനിക്കൊരു മാമ്പഴം തന്നേ പോ. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ജീവിതം തളിരായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3/4 നൂറ്റാണ്ട് മുമ്പ് ഞങ്ങൾ കുട്ടികൾ ചൊല്ലി നടന്ന ഒരു നാടൻ പാട്ടാണിത്. മാവിലേക്കൊക്കെ നോക്കിയിട്ട് പാടും പണ്ടുള്ള കുട്ടികൾ. എങ്ങനെ? കാറ്റേ വാ കടലേ വാ എനിക്കൊരു മാമ്പഴം തന്നേ പോ. 21ാം നൂറ്റാണ്ടിലെ കുട്ടികളായ നിങ്ങൾക്ക് അന്നത്തെ കാര്യങ്ങൾ അറിയാൻ കൗതുകം കാണുമല്ലോ, ഇല്ലേ? വൈക്കം താലൂക്കിൽ മുളക്കുളം എന്ന ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട്. ചെമ്മനം എന്നത് വീട്ടുപേര്. പ്രകൃതിക്കിടയിൽ ഓടിക്കളിച്ചു കഴിഞ്ഞ ബാല്യകാലമായിരുന്നു ഞങ്ങളുടേത്. ഇന്ന് അവിടെയെല്ലാം റബ്ബർ മരങ്ങൾ മാത്രം. 6 വയസ്സിലാണ് അന്ന് 1ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. അതിനു മുന്നം ആശാൻ പള്ളിക്കൂടത്തിലാണ് പഠനം. മിക്ക ദിക്കുകളിലും പേരുകേട്ട ആശാന്മാരുണ്ടാകും. പാകം ചെയ്തെടുത്ത കരിമ്പനയുടെ ഓലയിൽ നാരായം കൊണ്ട് ആശാൻ അക്ഷരങ്ങൾ എഴുതി തരുന്നു. ചിത്രത്തിൽ കണ്ടോ മക്കളെ? അ ആ ഇ ഈ എന്നിങ്ങനെ സ്വരാക്ഷരങ്ങളും ക ച ഡ ത പ ആദിയായ വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും കൂട്ടി പഠിക്കുന്ന ക്രമമനുസരിച്ച് ഓലയിൽ എഴുതിത്തരും. തല്ലിമെഴുകിയ നിലത്ത് മണൽ വിരിച്ച് മണലിൽ വിരൽ കൊണ്ടാണ് എഴുത്ത്. എഴുതുന്നത് ഉച്ചത്തിൽ ചൊല്ലുകയും വേണം. ഉച്ചാരണശുദ്ധി ആശാൻ പ്രത്യേകം നിഷ്കർഷിക്കുന്ന കാര്യമാണ്. തെറ്റിച്ചാൽ ചെവി പൊന്നാക്കിയതു തന്നെ. മണൽ കൊണ്ടുപോകുന്നത് തേങ്ങയിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന കുടുക്കയിലാണ്. അക്ഷരങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഓലപിടിത്തം എന്ന ചടങ്ങുണ്ട്. ഒരു കുട്ടി ഓല പിടിക്കുന്ന ദിവസം എല്ലാ കുട്ടികൾക്കും കോളാണ്. അവിൽ വിളയിച്ചതും ചക്കരക്കാപ്പിയും ഉറപ്പ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഓലപിടിത്തം എന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്ത് കൊടുക്കണം? അവിൽ വിളയിച്ചതും ചക്കരക്കാപ്പിയും. ആൺകുട്ടികളുടെ വേഷം കോണകവും ചുട്ടിക്കരയുള്ള ചെറിയ മുണ്ടും ആയിരുന്നു. നിക്കർ അന്ന് ഗ്രാമാന്തരങ്ങളിൽ തല കാണിച്ചിട്ടില്ല. അതേസമയം പെൺകുട്ടികൾക്ക് അരപ്പാവാട സാധാരണമായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നാൽ ഓട്ടവും ചാട്ടവും പന്ത് കളിയും ഗോലികളിയും കുളത്തിൽ ചാടി നീന്തലും മറ്റുമാണ് കുട്ടികൾക്ക്. ട്യൂഷൻ എന്നത് കേട്ടിട്ട് പോലുമില്ല. ഇന്നത്തെ കുട്ടികൾക്ക് എന്താ? സ്കൂളിട്ട് വന്നാൽ കളിയൊന്നുമില്ല, ട്യൂഷന്, പിന്നെ രാത്രി പഠിത്തം, അങ്ങനെ അല്ലേ? അവധി ദിവസത്തെ കാര്യം പറയാനുമില്ല. മലയിൽ പോയി കശുമാങ്ങ പറിച്ചു തിന്ന് വയറു വീർപ്പിക്കും. കശുവണ്ടി ശേഖരിച്ചു വയ്ക്കും. കുരുമുളക് പറിക്കുമ്പോൾ താഴെ വീഴുന്ന തിരികളും മണിയുമെല്ലാം പെറുക്കിയെടുക്കുന്നത് പിള്ളേരുടെ അവകാശമാണ്. കശുവണ്ടിയും മുളകുമെല്ലാം വിറ്റുകിട്ടുന്ന കാശ് പിള്ളേർക്ക് തരും. അത് പള്ളി പെരുന്നാളിന് ഉഴുന്നാടയും ഓറഞ്ചും മറ്റും വാങ്ങാനുള്ള സമ്പാദ്യമാണ്. അപ്പോൾ പണ്ടത്തെ കുട്ടികൾ എന്താ ചെയ്യുക? പള്ളിപ്പെരുന്നാളിന് ഉഴുന്നാടയും ഓറഞ്ചൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കശുമാങ്ങ പറിച്ചാൽ കശുമാങ്ങ കഴിച്ച് വയറ് വീർപ്പിക്കും. എന്നിട്ട് അതിൻ്റെ കശുവണ്ടി ശേഖരിച്ച് വെക്കും. കുരുമുളക് പറിക്കുമ്പോൾ താഴെ വീഴുന്ന തരികളും മണിയൊക്കെ പെറുക്കി വെക്കും. എന്നിട്ട് അതൊക്കെ എന്താണ്? അതൊക്കെ പിള്ളേർക്കുള്ള അവകാശമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അത് കൊണ്ടുപോയി വിറ്റിട്ടുന്ന കാശാണ് അവർ പള്ളിപ്പെരുന്നാളിന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുക. ധനു മകരം മാസങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പാണ്. അതിരാവിലെ കരിയിലകൾ വാരിക്കൂട്ടി കത്തിച്ച് തീ കായുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെ. മാമ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. മധ്യവേനൽ അവധിക്കാലം പൊതുവെ മാമ്പഴക്കാലമാണ്. പറമ്പുകളിൽ നാട്ടുമാവും കോട്ടമാവും ഉണ്ട്. നാട്ടുമാവിൻ്റെ മാങ്ങ ചെറുതാണ്, പുളി കൂടും. പഴുക്കുമ്പോൾ നല്ല മധുരവും. കോട്ടമാങ്ങ വലുതാണ്, പുളി കുറവും. സാമാന്യം നല്ല മധുരവും ഉണ്ടാവും. പുളിയും മധുരവുമെല്ലാം മാവിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ട്.
ചില നാട്ടുമാവിൻ്റെ മാങ്ങ ചെറുതായിരിക്കും. അതിൻ്റെ മാമ്പഴം തൊലി കളഞ്ഞ് വായിലിട്ട് ഈമ്പി ഈമ്പി തിന്നാവുന്നതേയുള്ളൂ. വലിയ നാട്ടുമാമ്പഴവും കോട്ടമാമ്പഴവും തൊണ്ടു ചെത്തി പൂളി തിന്നണം. പലരും തിന്നാൻ നോക്കി നിൽക്കെ ഒരാളാകും തൊണ്ടു ചെത്തുന്നത്. അതിനാൽ ആദ്യത്തെ പൂളിന് കൊതിപ്പൂള് എന്നായിരുന്നു പേര്. കൂടുതൽ ദശപ്പുള്ള അടുത്ത പൂളിന് പള്ളപ്പൂള് എന്ന് പറയുന്നു. അടുത്ത പൂള് മാങ്ങയുടെ ആകൃതിയനുസരിച്ച് വളഞ്ഞിരിക്കും. അതിനാൽ അതിൻ്റെ പേര് കോടാലിപ്പൂള്. അപ്പോൾ മാങ്ങ പറിച്ചാൽ അത് മുറിക്കുന്ന ഓരോ കഷ്ണത്തിനും എന്താ പേര്? ആദ്യത്തെ കഷ്ണത്തിന് കൊതിപ്പൂള്, പിന്നെ പള്ളപ്പൂള്, പിന്നെ കോടാലിപ്പൂള്. എന്നിട്ടോ ഇങ്ങനെ എല്ലാ പൂളും പൂളിക്കഴിഞ്ഞാൽ നുറുക്കി തിന്നുന്നു. മാങ്ങാണ്ടി ദൂരേക്കെറിയുന്നു. ഹായ്, നാക്കിൽ വെള്ളമൂറുന്നു. അതിരാവിലെ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും എഴുന്നേറ്റ് മാവിൻ്റെ ചുവട്ടിൽ വീണ് കിടക്കുന്ന മാമ്പഴമെല്ലാം പെറുക്കി വീട്ടിൽ കൊണ്ടുപോകും. ഉച്ച കഴിഞ്ഞാണ് കൂടുതൽ കാറ്റും മാമ്പഴ വീഴ്ചയും. അപ്പോൾ കൂടുതൽ കാറ്റുണ്ടാകുന്ന സമയത്താണ് കൂടുതൽ മാങ്ങ വീഴുക, അല്ലേ? അതിനാൽ ഉച്ച തിരിഞ്ഞ് 2:30 മണിയാകുമ്പോഴേക്കും കുട്ടികളുടെ പുതിയ സമാജം വരിക്കമാവിൻ്റെ ചുവട്ടിൽ കൂടും. ചില ദിവസം നല്ല കാറ്റൂതും. പെട്ടെന്ന് മാമ്പഴം കിട്ടും. ചില ദിവസം മാമ്പഴ വീഴ്ച തീരെ കുറവായിരിക്കും. മുകളിൽ ചോരക്കുടം പോലെ പഴുത്തു നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണുകയും ചെയ്യാം. വലിയ ഇച്ഛാഭംഗമാണ് മനസ്സിൽ മാമ്പഴം വീഴാത്തതിൽ. അപ്പോൾ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും ഞങ്ങളെ പറ്റിക്കാൻ പറഞ്ഞു തന്ന ചില സൂത്രവിദ്യകളുണ്ട് പ്രയോഗിക്കാൻ. അവരെ മൂത്ത ചേട്ടന്മാർ പറഞ്ഞു പറ്റിച്ചത് പകർന്നു കിട്ടിയതാണ്. പഴുത്ത 3 മാവില ചുവട്ടിൽ വീണു കിടക്കുന്നതെടുത്ത് തലയിൽ വെക്കണം. ഓരോരുത്തരും മാവിലകൾക്ക് മുകളിൽ മാമ്പഴത്തേക്കാൾ വലിയ ഓരോ കല്ലെടുത്തു വെക്കണം. എന്നിട്ട് 2 കൈകൊണ്ടും കല്ലിൽ പിടിച്ച് മാമ്പഴം വീഴുന്നതുവരെ ഈ പാട്ടു പാടിക്കൊണ്ട് മാവിന് ചുറ്റും നടക്കണം. കാറ്റേ വാ കടലേ വാ എനിക്കൊരു മാമ്പഴം തന്നേ പോ. ആറ്റേ വാ കിളിയേ വാ എനിക്കൊരു മാമ്പഴം കൊത്തിയിടുവോ. ചെലച്ചു കൊണ്ടണ്ണാനെ വന്നെനിക്കൊരു മാമ്പഴം കുലുക്കിയിടുവോ. ചിലപ്പോൾ പെട്ടെന്ന് മാമ്പഴം വീഴും. കേവലം യാദൃശ്ചികതയാണ്. കാറ്റോണ്ടൊക്കെ ആയിരിക്കും വീഴുന്നുണ്ടാവുക. അപ്പോൾ അവർ വിചാരിക്കും എന്താ, ഈ പാട്ട് പാടിയിട്ടാണ് വീഴുന്നത്. ഞങ്ങൾ ഇലയും കല്ലുമെല്ലാം ഇട്ടിട്ടോടും. ആദ്യം പെറുക്കിയെടുക്കുന്നയാളാണ് കേമൻ. പിന്നെയും ഒരു മന്ത്രവാദം പോലെ പാട്ട് തുടരും. ചില ദിവസം എത്ര പാടിയാലും മാമ്പഴം വീഴുകയില്ല. ഞങ്ങൾക്കൊക്കെ സങ്കടമാകും. മാമ്പഴം വീഴുന്ന ദിവസം തുള്ളിച്ചാടി പാടുന്ന ഞങ്ങൾ മാമ്പഴം വീഴാത്ത ദിവസം ഏങ്ങിക്കരയുന്ന മട്ടിൽ അഭിനയിച്ചു പാടുമായിരുന്നു. കാറ്റും ആറ്റക്കിളികളും മെല്ലെ മെല്ലെ ചിലയ്ക്കുന്ന അണ്ണാനും എല്ലാം കൂടി പ്രകൃതി മനസ്സിൽ ഒട്ടിപ്പിടിക്കുന്നതായിരുന്നു എൻ്റെ ബാല്യകാലം. 87 കഴിഞ്ഞ് 88-ാം വയസ്സിൽ നിന്നുകൊണ്ട് ഇന്നോർക്കാൻ എന്തു രസം. എൻ്റെ ഓമനകളെ. ചെമ്മനം ചാക്കോ. അപ്പോൾ നല്ലൊരു കഥ അല്ലേ? ചെറുപ്പകാലത്തെ കുറിച്ചിട്ട് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠത്തിലെ കഥ പറച്ചിൽ രീതിയും ഇതിലെ രീതിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാളെന്ന പാഠഭാഗത്ത് ഒരാൾ മറ്റൊരാളുടെ കഥയാണ് പറയുന്നത്. ഇത് പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവചരിത്ര കുറിപ്പാണ്. എന്നാൽ എനിക്കൊരു മാമ്പഴം എന്ന ഈ പാഠഭാഗം പ്രശസ്ത കവി ചെമ്മനം ചാക്കോയുടെ ആത്മകഥാഭാഗമാണ്. ഇതിൽ കവി തൻ്റെ അനുഭവം കഥയായി പറയുകയാണ്. രണ്ടാമത്തെ ചോദ്യം, കാറ്റേ വാ കടലേ വാ എന്ന പാട്ട് ഓരോ സന്ദർഭത്തിലും ഓരോ രീതിയിൽ പാടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെല്ലാം പാടാം? അപ്പോൾ നിങ്ങൾക്ക് മാമ്പഴം കിട്ടുന്ന സമയത്ത് സന്തോഷത്തോടു കൂടിയായിരിക്കും പാടുക അല്ലേ? കാറ്റേ വാ കടലേ വാ എനിക്കൊരു മാമ്പഴം തന്നേ പോ. അങ്ങനെ സന്തോഷത്തോടു കൂടെ പാടുക. പിന്നെ മാമ്പഴം കിട്ടാതിരിക്കുമ്പോൾ സങ്കടത്തോടു കൂടി കാറ്റേ വാ കടലേ വാ എനിക്കൊരു മാമ്പഴം തന്നേ പോ. അങ്ങനെ ആ രീതിയിൽ പാടാം. പിന്നെ മാമ്പഴം കിട്ടാത്ത ദേഷ്യത്തിൽ പാടാം. അങ്ങനെ പല ഇതിലും രീതിയിലും മക്കൾ പാടി നോക്കുക കേട്ടോ.
മൂന്നാമത്തെ ചോദ്യം 80-90 വർഷം മുമ്പുള്ള കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ച കുട്ടിയുടെ ജീവിതമാണ് ചെമ്മനം ചാക്കോയുടെ ആത്മകഥയിലുള്ളത്. അക്കാലത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. ആദ്യം നമുക്ക് പഴയ കാലത്തെ കാര്യങ്ങൾ നോക്കാം. ആശാൻ പള്ളിക്കൂടങ്ങൾ, അതുപോലെ മണലിൽ വിരൽ കൊണ്ടാണ് എഴുതി പഠിച്ചിരുന്നത്. കുട്ടിയും കോലും, കിളിത്തട്ട്, പന്തുകളി, ഗോലിക്കളി, കുളത്തിൽ നീന്തൽ, ഓട്ടം, ചാട്ടം, മാമ്പഴം പെറുക്കൽ, കല്ലുകളി, ഒളിച്ചുകളി ഇതുപോലെയുള്ള കളികളായിരുന്നു ഉണ്ടായിരുന്നത്. ആൺകുട്ടികൾക്ക് കോണകവും ചുട്ടിക്കരയുള്ള ചെറിയ മുണ്ടും, പെൺകുട്ടികൾക്ക് അരപ്പാവാടയും ബ്ലൗസും അതായിരുന്നു വസ്ത്രം പണ്ട്. എങ്ങും തെങ്ങുകളും നാട്ടുമാവുകളും പ്ലാവുകളും നിറഞ്ഞ പറമ്പുകളും കാടുമായിരുന്നു. ഇനി ഇന്നത്തെ കാലം. ഹൈടെക് സ്കൂളുകൾ നോട്ട് ബുക്കുകളും കമ്പ്യൂട്ടറുകളും ടാബുകളും ഉപയോഗിക്കുന്നു. പിന്നെയോ വീഡിയോ ഗെയിമുകൾ, TV കാണൽ, മൊബൈൽ ഫോൺ, ഇൻഡോർ ഗെയിമുകൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളികൾ. പാൻറ്റും ഷർട്ടും പിന്നെ ചുരിദാർ, അതുപോലെ സ്കൂൾ യൂണിഫോമുകൾ, മറ്റ് പലതരം ഫാഷൻ വസ്ത്രങ്ങൾ. പിന്നെയോ പറമ്പുകളിൽ ഭൂരിഭാഗവും റബ്ബർ തോട്ടങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങളുമായി മാറി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അന്നത്തേതും ഇന്നത്തേതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.